ഹലോ, എല്ലാവർക്കും നമസ്കാരം. വൈറ്റി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിനുള്ളിൽ ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ചെയ്യാൻ കാരണം 2025 ഏപ്രിൽ 28 നടന്ന ഒരു സംഭവം നിങ്ങളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നല്ല വ്യൂ കിട്ടിയ വീഡിയോ ആണ്. കാരണം അതിൽ നമ്മൾ ഒരു ഫേക്കായിട്ടൊന്നും ചെയ്തില്ല. ഒരുപാട് ആൾക്കാർ ഫേക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിൽ അന്ന് ആ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം, അതിൻ്റെ ഒരു വിശദീകരണം അന്ന് നമ്മൾ വെപ്രാളത്തിൽ ചെയ്തതാണ്. അത് ഒറിജിനലായിട്ട് എൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം. പെട്ടെന്ന് നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് സെറ്റാക്കി ചെയ്യുന്നതാണ്. ഒറിജിനലായിട്ട് അതിൻ്റെ ലൈവായിട്ടുള്ള സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇതാണ്. അപ്പോൾ അന്ന് നടന്ന ആ സംഭവത്തിന് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഇന്നേക്ക് 28 ഏപ്രിൽ 28. അപ്പോൾ ഒരു വർഷമായി ആ ഒരു സംഭവം നടന്നത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് കൂടെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം വീട്ടിലെന്തോ പ്രശ്നമുണ്ടോ, അന്നത്തെ പ്രശ്നം എന്തായി, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ, ഇപ്പം ബുദ്ധിമുട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല കുറച്ച്. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതങ്ങനെ വിട്ടു. അപ്പം അത് ചോദിച്ചവർക്കും അതിന് ആ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും കൂടെ ഒരു എന്താ പറയുക, ഒരു ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ചെയ്യുന്നത്. ഒരു വർഷമായി, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. അന്ന് നമ്മൾ വെപ്രാളത്തിലൊക്കെ ചെയ്തതാണ്, പേടിച്ച് പെട്ടെന്ന് തന്നെ ക്യാമറയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് നാട്ടുകാർ മൊത്തം കൂടിയൊരു വീഡിയോ ആണ്, അറിഞ്ഞ വീഡിയോ ആണ്. എൻ്റെ നാട്ടിൽ മൊത്തം അറിഞ്ഞൊരു വീഡിയോ. അപ്പോൾ ഒന്നുമല്ല, ഈ ഒരു റൂമിൽ, ഈ ഒരു വീട്ടിൻ്റെ ഈ ഒരു ഹാളിലാണ് ഞാൻ പോകുന്നത്. 2025 ഏപ്രിൽ 28 അപ്പോൾ അതുപോലെ ഞങ്ങൾ രാത്രി 11 മണിക്ക് 11 മണിക്ക് മുന്നേ 10:45 ചോറുണ്ട് ആ റൂമിൽ, ഫസ്റ്റ് റൂമിൽ കിടന്ന് 11:03 ആയപ്പോഴാണ് കറക്റ്റ് ഡോറിൽ ശക്തിയായിട്ട് 2-3 വട്ടങ്ങൾ തട്ടി ഞാൻ എണീറ്റ് ഡോറ് തുറന്ന് ടോർച്ച് അടിച്ച് നോക്കി, ആരും വന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അടച്ച് വന്ന് കിടന്നു. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഒരു 10 മിനിറ്റ് കഴിയും. പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ചാടി എണീറ്റ് ഒന്നര സ്പീഡാക്കി എണീറ്റ് പെട്ടെന്ന് ടോർച്ച് അടിച്ച് മുറ്റത്തിറങ്ങി ഈ ഒരു ഭാഗം റബ്ബർ സ്റ്റേജാണ്. ആ ഒരു ഭാഗം വീടില്ല. പിന്നെ തൊട്ട് പുറകിൽ വീടുണ്ട്, താഴെ വീടുണ്ട്, തൊട്ടപ്പുറത്ത് വീടുണ്ട്. ഇത്രയും അടുത്തടുത്ത വീടുകളൊക്കെ. അപ്പോൾ മനുഷ്യരാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്, കളിപ്പിക്കുകയാണോ എന്നുള്ളത്. ടോർച്ചടിച്ച് നോക്കി, മൊത്തം ടോർച്ചടിച്ച് നോക്കി. അപ്പോൾ ഒരു വസ്തു കാണാൻ പറ്റില്ല, ഒരു ജീവിയെ കാണാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികം ഞാൻ കുറച്ച് ഒരു 10 മിനിറ്റ് മുറ്റത്ത് നിന്ന് വീണ്ടും വന്ന് കിടന്നപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് 5-10 മിനിറ്റ് ആയി. അപ്പോൾ തന്നെ പിന്നെ മുട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലൈറ്റ് മൊത്തം ഇട്ടു. ഈ വീടിൻ്റെ ചുറ്റും ലൈറ്റ് ഉണ്ട്, അതൊക്കെ ഇട്ട് കുറേ നേരം മുട്ടൊന്നും കേൾക്കില്ല, ഒരു സൗണ്ട് കേൾക്കില്ല. അപ്പോൾ ഞാൻ പതുക്കെ ലൈറ്റ് ഓഫ് ചെയ്യാതെ തന്നെ ഇവിടെ വന്ന് ഈ ഒരു സൈഡിൽ നിന്ന് അതൊക്കെ വീഡിയോയിലുണ്ട്. ഇത് നമ്മൾ വീഡിയോ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം തന്നെ 28. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാതെ ഇവിടെ നിന്നു. സൗണ്ടൊന്നുമില്ല. പതുക്കെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഇവിടെ നിന്നു, പോയിട്ടില്ല. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇവിടെ നിന്നപ്പോൾ വീണ്ടും സൗണ്ട്. അപ്പം തന്നെ ഞാൻ തുറന്നു. സെക്കൻഡ് കൊണ്ട് വിത്ത് സെക്കൻഡ്, ഒരു 3 സെക്കൻഡ് വരെ ആയില്ല. ഈ ഡോറ് ലോക്കാക്കാൻ ഞാൻ തുറന്നാണ്. അപ്പം ഒരു മനുഷ്യരവിടെ കാണുന്നില്ല, ഒരു മനുഷ്യനുമില്ല. ഡോറ് തുറന്ന് ലൈറ്റ് ടോർച്ച് അടിച്ച് നോക്കി, ഒരാളും കാണുന്നില്ല. അപ്പം നമ്മളുള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. കാരണം അതിന് മുന്നേ ഞാൻ ഒരു ശ്മശാനത്തിൽ പോയിട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ ചെറിയൊരു പേടി, അവിടെ പോയി ചവിട്ടിപ്പോയിട്ടുണ്ടായിരുന്നു മേലൊക്കെ. അവരെ മറവ് ചെയ്താൽ മേലൊക്കെ പോയി ചവിട്ടിയിട്ടുണ്ട്. അതൊരു മറ്റൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് സൗണ്ടൊന്നുമില്ല. നമ്മൾ കിടന്നുപോയി. 29 10:45 ഞങ്ങൾ ചോറ് തിന്നു. 10:50 ചോറ് തിന്നുകൊണ്ടിരിക്കും. പുറത്ത് ലൈറ്റ് ഉണ്ട്. അന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. കറക്റ്റ് 2 വട്ടം മുട്ടി. അപ്പം ഞാൻ പറഞ്ഞു വൈഫിനോട്, ഇന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ വന്ന് നോക്കി, ഒന്നിനും കാണുന്നില്ല. വേഗം ചോറുണ്ട് അമ്മനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഡോറടിച്ച് നോക്കുന്നത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ശല്യത്തിലാണ്. 2-3 വട്ടം അങ്ങനെ മുട്ടി. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി. നമ്മളെ വ്ളോഗിങ് ക്യാമറ ഉണ്ടല്ലോ, നൈറ്റ് വിഷൻ ക്യാമറ, അത് അവിടെ ഫിറ്റ് ചെയ്തു. കറക്റ്റ് ഈ വീടിന് അഭിമുഖമായിട്ടില്ല. ആ വിഷ്വലുണ്ട്, കറക്റ്റ് വീഡിയോയിലുണ്ട് അതൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ആരാന്ന് കളിപ്പിക്കണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ നേരെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ക്യാമറയിൽ ഓൺ ചെയ്തപ്പോൾ, പക്ഷേ അത് ക്യാമറ വൈഫൈ കട്ടായിട്ട് ആ വൈഫൈ കട്ടാകുന്ന ആ സെക്കൻഡ് തന്നെ ഡോർ മുട്ടും. അതിശയമാണ്. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എൻ്റെ നാട്ടിൽ മൊത്തം ഒരു 20 പേരോളം ഈ ഹാളിൽ നിരന്ന് നിന്നിട്ട്
ഇത് കേൾക്കാൻ വേണ്ടി ലൈവായി കേൾക്കാൻ വേണ്ടി നിരന്ന് നിന്നൊരു സ്ഥലമാണ്. അത് വീഡിയോയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഫാമിലി എല്ലാവരും അറിഞ്ഞ് വന്നതാണ്. അപ്പോൾ തന്നെ ക്യാമറ ഓൺ ചെയ്തു. ക്യാമറയിൽ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ വേറെ ഐഡിയ എടുത്തു. എൻ്റെ മൈക്കുണ്ട്, എടുത്തുതരാം. ഈ ഒരു മൈക്ക് നമ്മൾ വീഡിയോയിൽ ഉപയോഗിക്കുന്ന മൈക്കാണ്. അപ്പോൾ കുറച്ച് നേരം എടുക്കണം. ഈ ഒരു മൈക്ക് എന്ത് ചെയ്തു പറയാം, ഈ ഡോറിൻ്റെ പുറം ഭാഗത്ത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ അടച്ചിട്ടിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ അത് ക്ലിപ്പ് ചെയ്തു. ചെറിയൊരു ക്ലിപ്പ് ഉണ്ടല്ലോ അവിടെ, ഇങ്ങനെ വെച്ചു. ഈ ഒരു തരത്തിൽ വെച്ചിട്ട് നമ്മൾ അകത്ത് പോയിട്ട് നമ്മളൊരു 11 മണി കഴിഞ്ഞ ടൈമിൽ ഒരു മൈക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിന്ന് ഇവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആ വീഡിയോയിലുണ്ടത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഡൈനിങ് ഹാൾ ചെയ്തു. അപ്പോൾ കറക്റ്റ് ആ ഒരു മുട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, ലൈവായിട്ട് കിട്ടുകയാണ്. അത് ആ വീഡിയോയിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ മൈക്ക് വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. കറക്റ്റ് കിട്ടിയത്, ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ 2-3 വട്ടം ഈ ഡോറിന് മുട്ടുന്നത്. പിന്നെ 29 കഴിഞ്ഞ് 29 കഴിഞ്ഞ് 30-ാം തീയതി അതുപോലെ തന്നെ ഞങ്ങൾ ഹാളിൽ കിടന്നു. റൂമിൽ കിടക്കാണ്ട് ഹാളിലല്ല, പുറത്ത് കിടന്നു. ഞങ്ങൾ 3-4 പേര് പുറത്ത് കിടന്നപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്ത് മുട്ടുന്നതായിട്ടുള്ള സൗണ്ട് കേട്ടു പുറത്ത് വെക്കുമ്പോൾ. അങ്ങനെയൊക്കെ പ്രശ്നമായപ്പോഴാണ് നാട്ടുകാർ മൊത്തം, ഞങ്ങൾ ഫാമിലി മൊത്തം അറിയിച്ച് അന്ന് രാത്രി തന്നെ എല്ലാവരും വന്നു, ഫാമിലിപ്പെട്ടവരൊക്കെ. അത് ആ വീഡിയോയിലുണ്ട്. എൻ്റെ മാമനും എല്ലാവരും ഫാമിലി മൊത്തം അറിഞ്ഞ് വന്ന് അവരൊക്കെ കൺഫേം ചെയ്തതാണ്. അവരൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഡോർ ശക്തിയായി മുട്ടിയത്. അത് 30-ാം തീയതിയാണ്, 29-ാം തീയതി ഞങ്ങളെല്ലാവരും ഇവിടെ കിടക്കുമ്പോഴാണ് ഡോർ മുട്ടുന്നത്. അപ്പം തന്നെ മാമൻ ഡോർ തുറന്ന് മാമൻ ബോധ്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നില്ല, എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയം അന്ന് നമ്മളത് ഷൂട്ട് ചെയ്ത് വീഡിയോയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് കൂടെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം വീടിൻ്റെ അവസ്ഥ എന്താണ്, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനൊരു എന്താ പറയുക ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കുറേ കാലം ഇപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 1 മാസമായിട്ട് നമ്മൾ ഈ വീട്ടിൽ താമസമുണ്ട്. 1 മാസമായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷമായി ഇതിനകത്ത് ഒരു സംഭവം നടന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടന്ന്, അപ്പോൾ അത് നിങ്ങൾക്കൂടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ കൊടുക്കുക, അതിൻ്റെ ലിങ്ക് കൊടുക്കുക, കയറി കാണും. അപ്പോൾ എന്നിട്ട് ഇതിൽ 2ാം ഭാഗമായിട്ട് എടുത്തിട്ട് ഇതും കാണും. ഈ ഒരു വീട്ടിലാണ് നടന്നത് ആ സംഭവം. അതിനകത്തൊരു ഫേക്കായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഉള്ളത് കൃത്യമായിട്ട് നടന്നത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തുനിന്ന് CCTV വെച്ചു കാര്യങ്ങളും അതിനോടൊന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ കാരണം ഞാൻ ഒന്നുകൂടി പറയാണ്. 2025 നടന്ന ഒരു സംഭവം, ആ സംഭവം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സംഭവം വീഡിയോ നടന്ന സംഭവമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുകൂടെ വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എല്ലാ ചാനലിൽ പോയിട്ട് വീഡിയോ കാണാം. ഒരു വീഡിയോ കാണും. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ ആ വീഡിയോ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്.